ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളവിടെ രണ്ട് കളറ് നിത്യകല്യാണിയാണ് കേട്ടോ ഉള്ളത്. ഈ റോസ് കളർ വന്നിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ കളർ ഇവിടെ ഉണ്ടായിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് ഈ വെള്ളം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ പിന്നെ പറിച്ച് നട്ടിട്ടൊക്കെ അങ്ങനെ ഉണ്ടായി വന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ചെടി ഉണ്ടായി, അതിൽ പൂ വിരിഞ്ഞപ്പോൾ റോസ് കളറായിരുന്നു. ഞാനത് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ചെടിയിൽ നിന്ന് തന്നെ വിത്ത് വീണിട്ട് ഉണ്ടായിട്ട് ഞാനിവിടെ തൈ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു പൂ വിരിഞ്ഞിട്ടുണ്ട്. ആ പൂവ് ഇതിൻ്റെ രണ്ട് കളറും അല്ല, വേറൊരു കളറായിട്ടാണ് കേട്ടോ വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി കളറായതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ വേറൊരു കളറൊക്കെ ഞാനിവിടെ ആദ്യം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ പോയിട്ടോ, പിന്നെ ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നിറയെ തൈകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഇനി എന്ത് കളറാണ് ആവുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാത്തിനും കുറച്ച് കോലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്, പെരിച്ചായി മാന്തി എടുക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ വെറൈറ്റി കളറുകൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെടി നടുകയാണെങ്കിൽ എപ്പോഴും പൂവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം ഈ ചെടി തന്നെയാണ് കേട്ടോ നടാൻ നോക്കുന്നത്. നിറയെ തൈ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എല്ലായിടത്തും അതന്നെ വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് ചീരകളും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെയൊക്കെ പറിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരിച്ചായിൻ്റെ ശല്യം കാരണമാണ് കേട്ടോ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഉള്ളിയും രണ്ട് കിഴങ്ങൊക്കെ മുറിച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവും പ്രത്യേകിച്ച് വന്ന് പെരിച്ചായി മാന്തൂല. അത് കോല് കുത്തി കൊടുക്കാത്തടുത്ത് വന്നിട്ട് നല്ല മാന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുമ്പളം തൈ ഞാൻ നട്ടത് നല്ല തെഴുത്ത് വന്നിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു കോല് വെച്ച് കൊടുത്തപ്പോൾ അതിൽ കൂടെ കയറാൻ നോക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ നമ്മൾ നോമ്പ് ഒന്നിന് വെട്ടിയതാണ് കേട്ടോ. അപ്പോൾ നല്ല തെഴുത്തുണ്ട്. മേലെ ഭാഗം കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും ചെടി നന്നായി തെഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പിന്നെ കുമ്പളം നട്ടോടത്തൊക്കെ പെരിച്ചായി നല്ല മാന്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കോല് കുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആകെ തുറന്ന് നശിപ്പിച്ച് കളയും കേട്ടോ. ഞാൻ അപ്പുറത്ത് കുറച്ച് അതേപോലെ തന്നെ കുറച്ച് ചീരയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിനും ദിവസം ഞാൻ മണ്ണ് കൂട്ടി കൊടുക്കണം കേട്ടോ, പെരിച്ചായി മാന്തുന്ന കാരണം. പിന്നെ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കേടുവന്ന് വീണ് പോയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള മാങ്ങ അങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഴുക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഇത് പഴുക്കില്ല, ഇവിടെ ഉണ്ടായിരുന്നവർ അച്ചാറും തുറമാങ്ങയൊക്കെ ഇട്ടതിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം മൂത്ത് കിട്ടുകയാണെങ്കിൽ ഒന്ന് പഴുപ്പിച്ച് നോക്കണം കേട്ടോ. എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുവടൊക്കെ പെരിച്ചായി വന്ന് മാന്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോലൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ അപ്പം മാന്തുന്നതിന് ഒരു ഇതുണ്ടാവും. അപ്പോൾ ഈ പെരിച്ചായ്ക്ക് എന്തെങ്കിലും ഒരു മരുന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ എന്നും തന്നെയാണ് ശല്യം. പെരിച്ചായി ഒരു പെരിച്ചായേ ഉള്ളൂ. അത് രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് അണച്ച് കഴിഞ്ഞാൽ അവരെ ഒരു ഭരണമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ 7:45 സമയത്ത് പാൽവണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ പാൽവണ്ടിക്ക് കാത്ത് നിൽക്കേണ്ട ടൈമിലാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മേലെ വന്നിട്ട് പിന്നെ അച്ചപ്പൻ യൂണിറ്റിൽ കുറച്ച് വിറക് പൊളിക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഇടയിൽ കൂടെ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സൗണ്ട് കാരണം പാൽവണ്ടി വരുന്ന സൗണ്ട് കേൾക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പുറത്ത് വന്ന് നിൽക്കണം. അപ്പോൾ ഈ പണികളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ സേഫായിട്ടുണ്ട് കേട്ടോ. ഇനി താഴെ പെരിച്ചായി മാന്തുന്നാണ് മേലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുരങ്ങ് എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല കേട്ടോ. എങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കാര്യമായി. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചപ്പൻ യൂണിറ്റ്. അപ്പോൾ അവിടെ വിറകും കാര്യങ്ങളും പൊളിക്കുകയാണ് കേട്ടോ മെഷീനിൽ. ആ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ആ സൗണ്ട് കാരണം നമ്മൾ പാലുവണ്ടി വരുന്ന അറിയില്ല. അതുകൊണ്ട് ഞാൻ മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മേലത്തെ താത്തയും ഞാനും ഇവിടുന്നാണ് കേട്ടോ പാല് വാങ്ങിക്കൽ. താഴേക്ക് ഇപ്പോൾ ഇറങ്ങാറേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം താഴേക്ക് മാത്രം പോയിരുന്ന സമയത്ത് അവിടെ ഉള്ളവരായിട്ട് മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മേലുള്ള ആൾക്കാരൊന്നും അവനെ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് കുറച്ച് അടുത്താണല്ലോ മേലെ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് കയറല്. അതിൻ്റെ ശേഷം അവരൊക്കെ ആയിട്ട് നല്ല പരിചയവും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവരും വിചാരിക്കും നമ്മൾ മനുഷ്യന്മാരോട് മിണ്ടാത്തവരാണോ എന്നൊക്കെ ഒരു തോന്നലായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മേലേക്ക് തന്നെ പോകാറ്. അപ്പോൾ കുറച്ച് അപ്പം ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൂ കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്ന് ഇടണം എന്നൊക്കെ തോന്നിയുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.